കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present Onnonnu Ruchi, co-powered by Gold Winner and Sun Tips, special partner LG and Elite, diary partner Paisi and interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ക്രിസ്മസ് ആണ്. ഒന്നൊന്നോ രുചിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമാർന്ന ഒരു ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഇന്ന് ക്രിസ്മസ് ഡേക്ക് ഒരു സ്പെഷ്യൽ അതിഥിയാണ് മലയാളികൾക്കെല്ലാം സുപരിചിതമായ, മലയാളികൾ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതുകൂടാതെ എൻ്റെ ഒരു പേഴ്സണൽ ഫാൻ കൂടിയായ തെസ്നി ചേച്ചിയാണ് ഇന്നുള്ളത്. നമുക്ക് തെസ്നി ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം. നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് വിഭവമാണ് ചേച്ചി ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പം ചേച്ചിയെ വിളിക്കാം, സ്വാഗതം ചെയ്യാം. ചേച്ചി കൊച്ചിക്കാരിയാണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ്, ന്യൂ ഇയർ ഒന്നും വേണ്ട, എല്ലാ ആഘോഷങ്ങളുടെ സെന്ററാണ്. അപ്പൊ അവിടെ ജീവിക്കുന്ന തെസ്നി ചേച്ചിയുടെ ക്രിസ്മസ് വിശേഷങ്ങൾ പറയും. ഞാൻ കൊച്ചി, ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോപ്പർ കോഴിക്കോട്ടുകാരിയാട്ടോ. നിങ്ങളെ കുറിച്ച് എല്ലാരും ഒരു കൊച്ചിയുടെ മട്ടും ഭാവങ്ങളും മാത്രമുള്ള ഒരാള്. സിനിമ മുതൽ ജനിച്ചതൊക്കെ കോഴിക്കോട്, പക്ഷെ വളർന്നതും പഠിച്ചതും കൊച്ചിയിൽ. എങ്ങനെയാണ് ചേച്ചിയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ? പെട്ടെന്ന് പറയുകയാണെങ്കിൽ ക്രിസ്മസ് ഭയങ്കര ആഘോഷം തന്നെയാണ്. നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറും കൂടി അടുത്ത് വരുന്നതുകൊണ്ടാണ് കൂടുതലും അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലൊക്കേഷനൊക്കെ ആവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ക്രിസ്മസ് എല്ലാവരും കേക്കൊക്കെ മുറിക്കും, വൈനൊക്കെ തരും, ഭയങ്കര രസമാണ്. വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടില് അങ്ങനെ വലിയ ആഘോഷമുണ്ട്, പക്ഷെ തൊട്ടടുത്ത് ഫ്ലാറ്റ് അങ്ങനെയല്ല, എല്ലാവരുടെയും കൂടെ നമ്മൾ കൂടും. നമ്മുടെ വീട്ടിൽ നമ്മൾ കൊച്ചു ഫാമിലി അല്ലേ, അപ്പൊ എല്ലാവരുടെ കൂടെ കൂടും. 12 വർഷം ഇങ്ങോട്ടായിട്ട് ക്രിസ്മസിന്റെ അന്ന് നമ്മൾ കുറച്ചും കൂടി പ്രയറിലേക്ക് അങ്ങ് ആഘോഷിക്കാറുണ്ട് കുറച്ച് കുറവാണ്. എന്റെ ബാപ്പച്ചി, അതൊരു ബാബ മരിച്ചത് ക്രിസ്മസിന്റെ അന്നാണ്. അപ്പൊ അത് കാരണം അന്ന് 25-ാം തീയതി ആ രാത്രി ആ സമയത്താണ് പോണതാള്. നമുക്കറിയാം തെസ്നി ചേച്ചിയുടെ ഫാദർ എന്ന് പറയുന്ന ഒരു ലെജൻഡറി മജീഷ്യനാണ് പ്രൊഫസർ അലി ഖാൻ. അതെനിക്ക് അറിയില്ലായിരുന്നു ക്രിസ്മസിന്റെ അന്നാണ്. ആ ഒരു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൊണ്ട് ഒരു പ്രാർത്ഥനയായിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്നും നമ്മുടെ ബാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷെ ക്രിസ്മസിന്റെ അന്നൊരു സ്പെഷ്യലാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരുടെ കൂടെ സന്തോഷം പങ്കിടും. കാരണം ദുഃഖിച്ചിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല ഒരിക്കലും. ഓക്കെ, അത് പറയാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് അറിയാലോ. അപ്പൊ ഇതിനകത്ത് വന്ന് എല്ലാ സെലിബ്രിറ്റി അല്ലെ വരുന്ന അതിഥികളുടെ ഒരു നല്ല ഒരു സ്പെഷ്യൽ വിഭവം നമ്മുടെ പ്രേക്ഷകർ ഒന്നൊന്നര രുചിയിലെ പ്രേക്ഷകർ കൊടുക്കും. അപ്പൊ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ വെജിറ്റബിൾ ഫ്രൈ. ചിക്കൻ വെജിറ്റബിൾ ഫ്രൈ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. ചേച്ചിയുടെ കുറെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് വരുന്നു തെസ്നി ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ വെജിറ്റബിൾ ഫ്രൈ. വേറെ കാര്യമുണ്ട്, ഇത് കോഴിക്കോടല്ല കൊച്ചിയല്ല, എല്ലാം കൂടി മിക്സ് ചെയ്തൊരു മിക്സഡ് മാച്ച് ആണ്. പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്രിസ്മസ് ആണ്. ഒരു ക്രിസ്മസിന് ചേച്ചി പറഞ്ഞല്ലോ ആഘോഷിക്കും, കരോളിന് പോയിട്ടുണ്ട്, മറ്റുള്ള കാര്യം. ഒരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസിന്റെ ഒരു നമ്മുടെ ക്രിസ്മസ് അല്ലേ, ഒരു 2 വരി പാട്ടങ്ങ് പാടിയിട്ട് വന്നാലും. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. അപ്പം നമുക്ക് ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ വെജിറ്റബിൾ ഫ്രൈ കാണാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ചിക്കൻ മറിനേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ നമുക്ക് പുരട്ടി വെക്കണം നന്നായിട്ട്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ചിക്കൻ എടുക്കാം. ചിക്കൻ ഏകദേശം ഒരു കോഴി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിനകത്ത് ലെഗ് പീസ് ഒക്കെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലകൾ ഇട്ടോളൂ. മസാല ഇടാം. ആദ്യം നമുക്ക് മുളക് പൊടിയിൽ തുടങ്ങാം. ഈ മുളക് പൊടി ഏതാണെന്നറിയോ? ഇതെന്താ വായിച്ചേ? ഡെവൺ. ഇതിന്റെ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇത് നല്ല കുറച്ചിട്ടാൽ മതി, പക്ഷെ നല്ല അടിപൊളിയാട്ടോ. അപ്പം നമുക്ക് ഇതിടാം. നമുക്ക് മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടാം. 2 സ്പൂൺ. യെസ്. ഇനി മല്ലിപ്പൊടി. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. യെസ്.
മല്ലിപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് മല്ലിപ്പൊടി. അതെ, മല്ലിപ്പൊടി 1 സ്പൂൺ മതി. അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് സെപ്പറേറ്റ് ആണ്, അത് വെളുത്തുള്ളി മാത്രമാണ്. അതെ, അറിയാം. ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇത്ര മതി. വെളുത്തുള്ളി, അത് കഴിഞ്ഞാൽ ഇഞ്ചി. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കും വീട്ടിലൊക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് പൊടി. അത് ഇതുപോലെ കുരുമുളക് പൊടി എല്ലാം കുറച്ച് മതി. ഇനി നമ്മൾ മേടിക്കേണ്ടത് മസാലയാണ്. അതാണ്ട് ഗരം മസാലപ്പൊടി. തൈരുണ്ട്, ഉപ്പുണ്ട്. ഇനി തൈരും ഉപ്പും നാരങ്ങ നീരുണ്ട്. അപ്പം നമുക്ക് തൈര്, അത് നമുക്ക് 1 സ്പൂൺ മതി. 1 സ്പൂണോ 2 സ്പൂണോ എങ്ങനെയാണ് വെച്ചാൽ ഒരു പുളിയുടെ ആവശ്യമില്ല. അപ്പോൾ 1 സ്പൂണും കൂടി നമുക്ക്. ഇനി നമ്മുടെ ചെറുനാരങ്ങ നമുക്ക് കുറച്ച് പിഴിഞ്ഞിങ്ങനെ ഒഴിക്കും. ഇപ്പൊ തന്നെ പുളിയായി. ഉപ്പിടണം. ഇനി ഉപ്പ് ലാസ്റ്റ് നമുക്ക് ഇടാം. ഉപ്പ് ഞാൻ സ്പൂണിൽ എടുക്കുന്നില്ല, കയ്യിലിടണം അല്ലേ? എന്നാലേ ആ ഒരു കൈയളവാണ് നല്ലത്. ഈ നന്നായിട്ടൊന്ന് മറിനേറ്റ് ചെയ്ത് വെക്കുന്നു. നന്നായിട്ട് ചിക്കൻ വെജിറ്റബിൾ ഫ്രൈയുടെ മറിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ചിക്കൻ എടുത്തു, അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ചു, 2 സ്പൂൺ തൈരും അരമുറി നാരങ്ങ നീരും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് കൈ വെച്ച് പുരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ചിക്കൻ അങ്ങനെ മസാല ഇട്ടു, മാറ്റി വെച്ചു. പാൻ വെച്ചു. പാൻ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചേച്ചിയെ മാജിക് വാപ്പച്ചിയാണോ പഠിപ്പിച്ചത്? പിന്നല്ലാതെ ഞങ്ങള് ചെറുപ്പം മുതലേ മാജിക്. ഞാൻ എൻ്റെ ഒരു 4 വയസ്സ് മുതൽ സ്റ്റേജിൽ കയറാൻ തുടങ്ങി. എണ്ണ ചൂടായി. നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി. കടുക് പൊട്ടി. അപ്പൊ ഉള്ളി ഇടാലോ. ചെറിയ ഉള്ളി ഇടാം. മുഴുവനും വേണമെങ്കിൽ ഇടാം. ചെറിയ ഉള്ളി ഇല്ലേ, നല്ല രുചി ഉണ്ടാവും. കുറച്ച് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാം, സബോള എന്നുള്ള പദം സ്പാനിഷ് വേർഡാണ്, മലയാളമല്ല. അതിലാണ് സവാള എന്ന് തോന്നുന്നത്. മലയാളികളെ സവാളയാക്കി. അപ്പൊ സബോള എന്ന് പറഞ്ഞത് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന സംഭവം. അപ്പൊ നമുക്ക് പച്ചമുളക് നമ്മൾ എന്തായാലും നല്ല എരിവുള്ളത് കൊണ്ട് ഒരു 2 പച്ചമുളക്. കറിവേപ്പില എത്രയും ഇടുന്നത് നല്ലത്. എത്ര ഇട്ടാലും അല്ലേ? എനിക്ക് നോൺ വെജിനോട് അത്ര താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി മറ്റുള്ളവർ കഴിച്ചിട്ട് രസം ഭയങ്കര സൂപ്പർ ആയിട്ടെന്ന് പറഞ്ഞാൽ സിനിമക്കാർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? പണ്ട് സീരിയൽ ചെയ്യുന്ന സമയത്ത് രാജചേട്ടൻ, മണിമണ്ട രാജചേട്ടനൊക്കെ ഉള്ള ചേട്ടൻ ഭയങ്കര ഫുഡിന്റെ ആളാണല്ലോ. ഇത് വാടി വരുന്നുണ്ട്. ഫുഡിന്റെ ആളാണ്. അപ്പൊ ചേട്ടൻ നമ്മളവിടെ ഗ്രീൻ പീസ് ആണ് ചെറുതായിട്ട് ഇത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, കാരണം വേവാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ആദ്യമേ ഇത് ഒന്ന് ബോയിൽ. സാധാരണ നിങ്ങളൊക്കെ വെളിയിലൊക്കെ ഉള്ളവരൊക്കെ കാണുവാണെങ്കിൽ ഫ്രോസൺ പീസ് കിട്ടും. അതാകുമ്പോൾ നല്ല കളർ. അത് എളുപ്പമാണ്. അതെ, അത് കളർ ഇടുന്നല്ല. ഇത് ഒറിജിനൽ ആണ്. കളർ മായം ചേർത്തിട്ടൊന്നും. ടേസ്റ്റ് ഇതാണ്. അതെ. പറയൂ. ആർക്കാണ്? അപ്പൊ നമ്മള് രാജചേട്ടനുള്ള സെറ്റാണ്. അപ്പൊ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മീൻ വിൽക്കാനുള്ള അവര് വരും, മത്സ്യത്തൊഴിലാളികൾ വരും. അപ്പം ഒരു ചേച്ചിയാണ് വരുന്നത്. അപ്പൊ ചേച്ചി, മക്കളെ മീൻ വേണോന്ന് ചോദിക്കും. അപ്പം അവര് ഇല്ലാണേ. അപ്പൊ അവിടെ മീനൊന്നും അകത്ത് കയറാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പുറത്ത് കുറച്ച് മാറി നിന്നിട്ട് ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് മുറിച്ച് അവിടെ പോയിട്ട് അവിടെ തന്നെ കുക്ക് ചെയ്തിട്ട് അവിടെ അങ്ങോട്ട് പോയിട്ട് ഉച്ചയ്ക്ക് ബ്രേക്കിന് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഞങ്ങളൊക്കെയാണ് ജോലി. അതേപോലെ ബീഫ് ഇല്ലത്ത് കയറ്റാൻ പറ്റില്ല ഒന്നും. അതുകൊണ്ടാണ്. അപ്പൊ ഗ്രീൻ പീസ് ഇട്ടില്ലേ, നമുക്ക് കാബേജും കൂടി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ചിക്കനകത്ത് ഗ്രീൻ പീസ്, ക്യാബേജ്, ക്യാരറ്റ്, ഇതൊക്കെ പല വെസ്റ്റേൺ, ഫ്രഞ്ച്, ജർമ്മനിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഡിഷുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കേരള ഡിഷിൽ ഇങ്ങനെ വെയിറ്റ് പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുള്ള സംഭവമാണ്. ഇത് ആരുടെ റെസിപ്പിയാണിത്? അതൊന്നും പറയൂല. അടുത്തത് ബീൻസ്. ബീൻസ് ആണ് കേട്ടോ. ബീൻസ് ഒക്കെ പൊടിയായിട്ട് അരിഞ്ഞാണ് നമ്മുടെ ഫ്രഞ്ച് ബീൻസ്, ക്യാബേജ്, ബീൻസ്. ഇത് കുറച്ച് വേവാൻ പ്രയാസമാണ്, ബോയിൽ ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ ഇതൊന്ന് കടിക്കുന്നത് നല്ലതാണ്. ഒരു ബൈറ്റ് കിട്ടുമ്പോൾ അതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് കിട്ടുന്ന ക്രഞ്ചി ആയിട്ട്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സോങ് ആണ്. അത് നിങ്ങളുടെ ആദ്യത്തെ സിനിമയിലെ പാട്ടാണ്. രണ്ടുപേരും പാടിത്തരാം. ഓർമ്മകൾ ഒന്ന് പറഞ്ഞു. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഡേസി 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 ലലലലല. ഇനി എന്താ ചെയ്യണ്ട? ചിക്കൻ ആണ് ഇടുന്നത്. അല്ല 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 അല്ല, ഇത് മാറ്റി ചിക്കൻ വറക്കണം വേറെ. ഇനി നമ്മൾ എണ്ണക്കകത്ത് വറക്കണം. ഇത് അങ്ങനെ വെജിറ്റബിൾ ഒക്കെ റെഡിയായി. ഇനി കോഴി പൊരിച്ചെടുക്കണം അല്ലേ? പാൻ വെച്ചിട്ടുണ്ട്. അതെ അതെ, കോഴി പൊരിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. വെളിച്ചെണ്ണ ഒഴിക്കാൻ നമുക്ക്. പാൻ ചൂടായി. ഓക്കെ. എങ്ങനെ ഒരുപാട് എണ്ണയിൽ ഡീപ് ഫ്രൈ ആണോ ഷാലോ ഫ്രൈ ആണോ? നമുക്ക് എന്തായാലും 65 പൊരിക്കുന്ന പോലെ പൊരിച്ചാലോ? ഓക്കെ. കൈ വെച്ചാൽ കിട്ടോ ഇത്? യെസ്. ആദ്യം തന്നെ നമുക്ക് കോഴിന്റെ കാല് എല്ലാം. നീ കോഴി പൊരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമോ? അതോ പൊരിച്ചു കഴിഞ്ഞ് അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിന്റെ മുകളിൽ ഇത്. ഓക്കെ. ഇത് ചിക്കൻ ഫ്രൈ ആക്കുന്നു, ഇതിന്റെ മേലെ ഇത് ഗാർണിഷ് ആയിട്ട് ഇങ്ങനെ വിതറുന്നു അല്ലേ? അതാണ് ചിക്കൻ വെജിറ്റബിൾ ഫ്രൈ. പറയൂ, സിനിമാ വിശേഷങ്ങൾ. ഒരുപാട് സെറ്റുകളിലൊക്കെ പോയിട്ടുണ്ട്. ഒത്തിരി. ഏകദേശം എത്ര വർഷമായി? 33 വർഷം. പിന്നെ സിനിമ അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ഫുൾ അങ്ങ് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് മുഴുകി തോന്നിയതല്ലേ? തോന്നിയത് കാക്കത്തൊള്ളായിരം ഒക്കെ കഴിഞ്ഞപ്പോ ജഗദീഷിന്റെ ജോഡിയായിട്ടായിരുന്നു. അതെ. കാക്കത്തൊള്ളായിരം കഴിഞ്ഞപ്പോ വിചാരിച്ചു എന്റെ ഫാദർ മജീഷ്യൻ അല്ലേ, മാജിക് ഒക്കെ നമുക്കൊരു കാലയളവ് വരെ. ഇപ്പൊ ഞങ്ങളൊക്കെ പിന്നെ മജീഷ്യൻ ആണ്. പെട്ടെന്ന് എന്തിനാ ചിക്കൻ വെച്ച് എന്തെങ്കിലും ഇതിനെ? ചിക്കൻ വെച്ചല്ല, നമുക്ക് ചിക്കൻ അല്ല, നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ഇപ്പം എന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് തന്നാലും എനിക്ക് തിരിച്ചു തരണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അങ്ങോട്ട് നോക്കിക്കേ, മുകളിലേക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നുമില്ല, ലൈറ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെറിയൊരു വൃത്തം ഇങ്ങനെ വരച്ചു കയ്യില്. കൈ നോക്കിക്കോ, കയ്യിലിങ്ങനെ 1 2 3 ഒന്നുമില്ലല്ലോ. 1 2 3 പിടിച്ചോ. 1 2 3 ഇട്ടോട്ടെ. ഉറപ്പല്ലേ? അയ്യോ, അതാ ഞാൻ പറഞ്ഞ തിരിച്ചു തരണം. ഇതെന്ന് പറഞ്ഞാൽ മജീഷ്യന്മാര് ചെയ്യുന്ന ഒരു വിദ്യയാണ്. നമ്മൾ തൊട്ടടുത്ത് നിന്നാലും നമ്മൾ കൈമാറ്റം ചെയ്യുന്നതോ നമ്മൾ ഈ മോതിരം ഞാൻ അഴിക്കുന്നതൊന്നും സർ കണ്ടില്ലല്ലോ. അതാണ് മാജിക് എന്ന് പറയുന്നത്. ഇതൊരു ഭയങ്കര അനുഭവമാണ്. ഒട്ടും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടാണ് എന്തോ കാണിക്കും, എന്തോ തരുമെന്ന് ഉറപ്പാണ്. പക്ഷെ കണ്ടത് വേപ്പിലാണ്. എന്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്രൈഡ് ചിക്കൻ വിത്ത് സ്റ്റർ ഫ്രൈഡ് വെജിറ്റബിൾ എന്ന ഒരു ഡിഷ് തന്നെയാണ്. നമ്മുടെ ഡിഷ് റെഡിയായി. ഇനി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കേരള ഫ്രൈഡ് ചിക്കൻ വിത്ത് സ്റ്റർ ഫ്രൈഡ് വെജിറ്റബിൾ. ചിക്കൻ വെജിറ്റബിൾ ഫ്രൈ അങ്ങനെയും പറയാൻ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയും പറയാം. നമ്മളെ കണ്ടിട്ട് ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കോഴിയുടെ കാല് തന്നെ അതെ ഇതുണ്ടോ ഇങ്ങനെ അതിന്റെ സ്റ്റീം ചെയ്ത് വരുന്നുണ്ട് കോഴിക്കാല്.
അതിനോടൊപ്പം തന്നെ എലൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ഓ എൻ്റെ അമ്മേ, താങ്ക് യു. തീർന്നിട്ടില്ല. അതുകൂടാണ്ട് ഡെവോന്റെ ഒരു സ്പെഷ്യൽ കറി മസാല കിറ്റും ഉണ്ട്. ഇതാണ് എനിക്ക് ആവശ്യം. അപ്പോൾ പ്രേക്ഷകരെ, നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡാണിന്ന്. അപ്പോൾ നമുക്കൊരു ആശംസകൾ എല്ലാ തീർച്ചയായിട്ടും പറയണം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക, സന്തോഷിച്ചിരിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു. ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സാധാരണ നമ്മളൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന രൂപമാണ് ചില്ലി പനീർ. അപ്പോൾ പനീർ വെച്ചിട്ട് ഒരു ഇൻഡോ ചൈനീസ് ഡിഷാണ്. അപ്പോൾ കുറേ സോസൊക്കെ ആയിട്ട് നല്ല സ്റ്റാർട്ടർ. ഇപ്പോൾ വെജിറ്റേറിയനൊക്കെ ഇഷ്ടപ്പെടുന്നവരും നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്കും കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചില്ലി പനീറിന് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ സോസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണ, നമ്മുടെ നോർമൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ സോസ് ആദ്യം തയ്യാറാക്കി വെക്കാം. അത് ഒരു തവണ സോസ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് കുറേ ദിവസം ഉണ്ടാക്കി വെക്കാം. ഈ സോസ് വെച്ച് വേണമെങ്കിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടോഫു ഉണ്ടാക്കാം, ഈവൻ പല ചൈനീസ് വെജിറ്റബിൾ കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ടുള്ള ഡിഷൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക്, അതിലേക്ക് കുറച്ച് ചില്ലി പൗഡറാണ് ഇടുന്നത്. ഈ ചില്ലി പൗഡർ ഓയിലിനകത്ത് ഗാർലിക്കിൻ്റെ കൂടെ നല്ല കളറാക്കി എടുക്കുകയാണ്. നല്ല ചുമന്ന നിറമാവും ആ വെളുത്തുള്ളിയോടൊപ്പം ഈ ചില്ലി പൗഡർ ഓയിലിനകത്ത് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കും. 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു. ചില്ലി സോസാണ്, 1 സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു. അതിലേക്ക് ലേശം, ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള സോസാണ്, കുറച്ച് ക്രഷ് ചെയ്ത ചില്ലിയാണ്. ക്രഷ് ചില്ലി ആഡ് ചെയ്തു. സോയാ സോസാണ് ഇനി ഒഴിക്കുന്നത്. 2 സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. ഡാർക്ക് സോയാ സോസാണ് വേണ്ടത്. 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് ഈ സോസിനെ ഒന്ന് നല്ലപോലെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓയിൽ ഒഴിക്കുക, ചോപ്പ് ഗാർലിക്, അതിലേക്ക് കാശ്മീരി ചില്ലി പൊടി ഒഴിച്ച് ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റി ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും ലേശം സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് ഈ സോസ് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കുറേ ദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു സോസാണ്. ഈ സോസ് നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചു. ഇനി അതിലേക്ക് ശേഷം നമുക്ക് ആ ഒരു സമയത്ത് സോസ് ഒന്ന് റെഡി ആവുന്ന സമയത്ത് പനീർ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ലേശം എണ്ണയ്ക്കകത്ത് നമുക്ക് ആവശ്യമുള്ള പനീർ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം, വേണമെങ്കിൽ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രിൽ ടേസ്റ്റ് കിട്ടും. അതിൻ്റെ കളറൊക്കെ പെട്ടെന്നാവും. ഇനി ഈ സോസ് നമുക്ക് മാറ്റി വേറൊരു ബോളിലാക്കിയിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് ചില്ലി പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സോസ് ഇത്ര നമുക്ക് ഒറ്റയടിക്ക് ആവശ്യമില്ല. ഇത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചെന്ന് മാത്രമാണ്. ഈ സോസ് നമ്മൾ മാറ്റിയിട്ട് പനീർ ഗ്രില്ലായിട്ടുണ്ട്. ഇനിയാണ് ചില്ലി പനീർ ഉണ്ടാക്കാനായിട്ടുള്ള ആ പാനിൽ നമ്മൾ വീണ്ടും ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. അപ്പോൾ പാനിൽ ലേശം എണ്ണ ഒഴിക്കുന്നു. വീണ്ടും കുറച്ച് ഗാർലിക്, കുറച്ച് ഇഞ്ചി, കുറച്ച് സ്ലൈസ് ചെയ്ത ഓണിയൻസ്, കുറച്ച് ഗ്രീൻ ചില്ലി, അതിലേക്ക് ക്യാപ്സിക്കം, കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കം, നമുക്ക് ഗ്രീനും യെല്ലോയും റെഡും ആയിട്ടുള്ള ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് നല്ല ഹൈ പ്രഷറിൽ സോട്ട് ചെയ്തെടുത്താൽ മതി. ഓണിയനും ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് നമ്മൾ ഈ
ഗ്രീൻ ചില്ലി, ഗാർലിക് ആൻഡ് ഓണിയൻസ്. അവസാനമായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ലേശം കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചില്ലി പനീർ റെഡിയാക്കാൻ പറ്റും. നിങ്ങൾ നേരത്തെ കണ്ട പോലെ ആദ്യം സോസ് ഉണ്ടാക്കണം. ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും സോയാ സോസും വെച്ച് എണ്ണയ്ക്കകത്ത് ഗാർലിക് വയറ്റി മുളക് പൊടി ഇട്ട് ഈ സോസ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം പനീർ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അതേ പാനിൽ ലേശം എണ്ണ ഒഴിച്ച് ഗാർലിക്കും ജിഞ്ചറും ഗ്രീൻ ചില്ലിയും ഒണിയനും ക്യാപ്സിക്കവും നന്നായിട്ട് സോട്ട് ചെയ്ത് പനീർ ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് ഒഴിച്ച് അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻസ്, സെലറീസ് ആൻഡ് മല്ലിയില ഇട്ട് കുരുമുളക് ഇട്ട് വയറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇത് സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. മുളക് പൊടി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. അപ്പോൾ ഇതൊരു അടിപൊളി സ്റ്റാർട്ടർ ഡിഷാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എൻജോയ് ദിസ് ക്രിസ്മസ്.